മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്ന് 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവാണ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത്. യേശു ആകർഷിച്ചു കൊണ്ടുവരുന്നവരാണ്. പല ദേശങ്ങളിൽ നിന്നും, പല നാടുകളിൽ നിന്നും, പല കുടുംബങ്ങളിൽ നിന്നും ഒറ്റ സമൂഹമായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശ്രവണത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. വചനമാകുന്ന യേശു ഓരോ വീട്ടിലും വന്ന് വിളിക്കുന്നുണ്ട്. ആ സ്വരം നമ്മൾ കേട്ടുകൊണ്ടാണ് ജെറുസലം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ കൂട്ടുവേലക്കാരാണ് പീലിപ്പോസും അന്ത്രയോസും. അവിടുത്തെ ശുശ്രൂഷകരെ പോലെ ഞങ്ങളെയും ശുശ്രൂഷകരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് കർത്താവ് തരുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. നല്ല വചനമല്ലേ? ആരാണ് യേശുവിനെ കാണാൻ ആഗ്രഹിക്കാത്തത്? പീലിപ്പോസും അന്ത്രയോസും കൂടി ചെന്ന്, യേശുവിൻ്റെ കൂട്ടുവേലക്കാരാണ് അന്ത്രയോസും പീലിപ്പോസും. ഇന്ന് നമ്മളും കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഈ പ്രയർ ലൈനിൽ നിന്ന് മറ്റൊരാൾക്ക് നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ പീലിപ്പോസിനെ പോലെ അന്ത്രയോസിനെ പോലെ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരൊക്കെ യേശുവിനെ കണ്ടിട്ടുണ്ടോ അവരിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണുന്നു. കർത്താവിനെ കണ്ട പ്രവാചകനായ എലീശ തൻ്റെ അധരത്തിലെ അശുദ്ധിയെ ഓർത്ത് അനുതപിച്ചു. കർത്താവിനെ കണ്ട നീതിമാനായ ജോബ് തൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ ഓർത്ത് ചാരം പൂശി അനുതപിച്ചു. കർത്താവിനെ കണ്ട സക്കേവൂസ് തൻ്റെ സമ്പത്തിൻ്റെ അശുദ്ധിയെ അവിടുന്ന് നീക്കിക്കളഞ്ഞു. കർത്താവിനെ കണ്ട സാവൂൾ സ്വന്തം പ്രവൃത്തികളെ ഓർത്ത് അനുതപിച്ചു. എന്ന് പറഞ്ഞാൽ ആരെല്ലാം യേശുവിനെ കണ്ടുവോ അവരിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം. നമുക്കും യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കാം. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡെഫിനറ്റായിട്ടും നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും മാറ്റം വരും. യേശുവിനെ കാണുന്നവർക്ക്, യേശുവിനെ തൊട്ടവർക്ക് സൗഖ്യം, രക്ഷ, വിടുതൽ, അഭിഷേകം സംഭവിക്കും. നമുക്കും ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും അന്ത്രയോസിനെ പോലെ ഫിലിപ്പോസിനെ പോലെ യേശുവിനെ പരിചയപ്പെടുത്തുവാനുള്ള കൃപ കിട്ടട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മ ഈ നോമ്പ് കാലഘട്ടത്തിൽ രാജ്യാന്തരങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും തറവാടുകളിലേക്കും കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.